ഹായ് ആൻഡ് വെൽക്കം ടു ദി ന്യൂ വീഡിയോ. അപ്പോൾ ഈ വീഡിയോയിൽ നമുക്ക് എ സി ഫണ്ടമെന്റൽസിൻ്റെ കുറച്ച് ന്യൂമറിക്കൽ എക്സാമ്പിൾസ് ഒന്ന് നോക്കാം. വളരെ സിമ്പിളാണ്, വലിയ കൺസെപ്റ്റും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ അവിടെ പറഞ്ഞിട്ടുള്ള ഒന്ന് രണ്ട് ഇക്വേഷൻസും കാര്യങ്ങളും മാത്രം ഉണ്ടെങ്കിൽ നമുക്ക് ഇതിൽ സിമ്പിളായിട്ട് എല്ലാ ക്വസ്റ്റിനും ആൻസർ ചെയ്യാൻ പറ്റുന്നതാണ്. കാൽക്കുലേറ്ററും കയ്യിലുണ്ടായിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത്രയും ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ സുഖമായിട്ട് നമുക്ക് ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും. ഇപ്പോൾ ക്വസ്റ്റ്യൻ വായിക്കാം. ആൻ ആൾട്ടർനേറ്റിംഗ് കറണ്ട് ഈസ് ഗിവൺ ബൈ I ഈസ് ഈക്വൽ ടു 14.14 sin 377t. ഫൈൻഡ് ദി RMS വാല്യൂ ഓഫ് കറണ്ട്. ഒന്ന് ചോദിച്ചിട്ടുള്ളത് RMS വാല്യൂ ആണ്. RMS വാല്യൂ ഓഫ് കറണ്ട്, ദ ഫ്രീക്വൻസി, ആവറേജ് വാല്യൂ ഓഫ് കറണ്ട്, ദ ഫോം ഫാക്ടർ, ദ പീക്ക് ഫാക്ടർ, ഇൻസ്റ്റന്റേനിയസ് വാല്യൂ വെൻ ഇറ്റ് ഈസ് അറ്റ് 3 മില്ലി സെക്കൻഡ്. കറണ്ട് 3 മില്ലി സെക്കൻഡിൽ ഇൻസ്റ്റന്റ്. ഇത്രയും കാര്യങ്ങളാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് ആദ്യം തന്നിട്ടുള്ള ഡാറ്റയിൽ നിന്ന് തുടങ്ങാം, എന്നിട്ട് ബാക്കി എല്ലാ കാര്യത്തിലോട്ടും വരാം. നമുക്ക് തന്നിട്ടുള്ള I ഈസ് ഈക്വൽ ടു എന്താ തന്നിട്ടുള്ളത്? 14.14 സൈൻ 377t. അപ്പോൾ നമുക്ക് നമ്മളുടെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ അറിയാം. I ഈസ് ഈക്വൽ ടു എന്താ? IM സൈൻ ഒമേഗ ടി ആണ്. അപ്പോൾ ഡയറക്റ്റ് ഇവിടുന്ന് കിട്ടുന്ന കാര്യങ്ങൾ ആദ്യം തന്നെ എഴുതി വയ്ക്കാം. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് എന്താണ്? IM എന്താന്ന് കിട്ടും? മാക്സിമം വാല്യൂ IM ഇസ് ഈക്വൽ ടു 14.14 ആംപിയർ ആണ് നമ്മുടെ IM. പിന്നെ കിട്ടുന്നത് എന്താ? ഒമേഗ ടിയുടെ അവിടെ ഒമേഗ എന്ന് പറയുന്നത് എത്ര? 377. നമ്മൾ പറഞ്ഞിട്ടുള്ള 314 അല്ല, 377 ആണ്. എന്തെങ്കിലും ആയിക്കോട്ടെ, അത് നമുക്ക് കാൽക്കുലേറ്ററിലുകൊണ്ട് കണ്ടുപിടിക്കുക. റേഡിയൻ പെർ സെക്കൻഡ് കിട്ടി. ഇത്രയും കാര്യങ്ങളുണ്ട്. ഇനി ഇതിൽ നിന്ന് നമുക്ക് ഓരോന്ന് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഒന്ന് നോക്കാം. ഫസ്റ്റ് കാര്യം കാണാൻ പറഞ്ഞിട്ടുള്ളത് എന്താണ്? RMS വാല്യൂ ആണ്. IRMS ആണ്. IRMSന് ജസ്റ്റ് നമുക്ക് എന്തറിഞ്ഞാൽ മതി? ഇക്വേഷൻ അറിഞ്ഞാൽ മതി. IRMS ഈക്വൽ ടു വാട്ട്? IM/√2 ആണ്. അതായത് 14.14 അല്ലെ? IM ഇവിടെ √2 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റിൻ്റെ ആൻസർ കിട്ടും. സോ ഫസ്റ്റ് ക്വസ്റ്റിൻ്റെ ആൻസർ ഇവിടെ എന്തായിരിക്കും? 10 ആയിരിക്കും. ചെയ്ത് നോക്കി കഴിഞ്ഞാൽ 10 ആംപിയർ എന്ന് കിട്ടും. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് നമ്മളോട് ഫ്രീക്വൻസി ആണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട് എന്ത്? ഒമേഗ തന്നിട്ടുണ്ട്. ഒമേഗ നമുക്ക് അറിയാം എന്താ? 2πf ആണെന്ന് അറിയാം. 2πf ഈക്വൽ ടു എത്ര തന്നിട്ടുണ്ട്? 377 റേഡിയൻ പെർ സെക്കൻഡ്. അപ്പോൾ ഇവിടെ F ഈസ് ഈക്വൽ ടു എന്ത് ചെയ്താൽ മതി? 377 ഡിവൈഡഡ് ബൈ 2π ചെയ്യാം. 2π ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 60 കിട്ടും. 60 ഹെർട്സ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു 60 ഹെർട്സും ഒരു ഫ്രീക്വൻസി സ്റ്റാൻഡേർഡ് ആണ്. നമ്മൾ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് അല്ല, പുറത്ത് UK ആണെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ 60ക്ക് 377 ആണെന്നും വേണമെങ്കിൽ ഓർത്ത് വയ്ക്കണേ, അതും കൂടി ഓർത്ത് വയ്ക്കാം. അപ്പോൾ അതും അവിടെ നമുക്ക് എളുപ്പത്തിൽ കിട്ടും. തേർഡ് ക്വസ്റ്റ്യൻ എളുപ്പമാണ്. എന്താ? ആവറേജ് വാല്യൂ ആണ്. I ആവറേജ് ആണ്. ഇക്വേഷൻ എഴുതിയാൽ മതി. എന്താ ഇക്വേഷൻ? 2IM/π. IM നമ്മുടെ കയ്യിലുണ്ട്. 2 ഇൻറ്റു IM എത്രയാണ്? 14.14 ആണ് ഡിവൈഡഡ് ബൈ പൈ. ഓക്കെ, പൈ അല്ലെങ്കിൽ 3.14. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 9.001 ആംപിയർ എന്ന് പറഞ്ഞിട്ട് കിട്ടും. ഇനി അടുത്തത് ഫോർത്ത് വണ്ണും ഫിഫ്ത്ത് വണ്ണും ചെയ്തില്ലെങ്കിലും കിട്ടുന്ന രണ്ട് ആൾക്കാരാണ്. അപ്പം ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് ചോദിച്ചിട്ടുള്ളത് നമ്മുടെ ഫോം ഫാക്ടർ ആണ്. പിന്നെ ചോദിച്ചിട്ടുള്ളത് നമ്മുടെ പീക്ക് ഫാക്ടർ ആണ്. ഫോം ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു? RMS ബൈ ആവറേജ് ആയിരുന്നു. IRMS ഡിവൈഡഡ് ബൈ I ആവറേജ് ആണ് അല്ലേ? ഈ ഒരു കേസിലാണെങ്കിൽ നമുക്കത് ഇതായിട്ട് ചെയ്യുകയാണെങ്കിൽ 10/9.001 വരും. അത് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് 1.11 വരും. ഇപ്പോൾ ചെയ്താലും നിങ്ങൾ കാണാൻ്റെ എന്ത് എഴുതാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്? 1.11. പീക്ക് ഫാക്ടർ എന്തായിരുന്നു? IM/IRMS ആണ്. മാക്സിമം വാല്യൂ ബൈ RMS വാല്യൂ ആണ്. ദാറ്റ് ഈസ് IM/IRMS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ IM ഇപ്പോൾ നമുക്ക് IMൻ്റെ വാല്യൂ അറിയാം. എന്താ? 14.14 ആണ്. IRMS നമുക്കറിയാം 10 ആണ്. ചെയ്ത് കഴിഞ്ഞാൽ എന്തെന്നെ കിട്ടുക? 1.414. ഇത് ഞാൻ കാണാൻ്റെ പഠിച്ചോളാൻ പറഞ്ഞിട്ടുള്ളൊരു കാര്യമായിരുന്നല്ലോ. അപ്പോൾ അത് രണ്ട് സിമ്പിളായിട്ട് കിട്ടും. ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടിയും ചോദിച്ചിട്ടുണ്ട്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. എന്താ? 3 മില്ലി സെക്കൻഡിലെ കറണ്ട് എന്താണെന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. അതിന് പ്രത്യേകിച്ചൊന്നുമില്ല. ഇൻസ്റ്റന്റേനിയസ് വാല്യൂ ഓഫ് കറണ്ട് ആണ്. I/3 മില്ലി സെക്കൻഡ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ കറണ്ടിൻ്റെ എക്സ്പ്രഷനിൽ അതിന് ആ വാല്യൂ ഇട്ട് കൊടുക്കുക. അതായത് 14.14 സൈൻ എന്തെന്ന് എഴുതണം? 314 ഇൻറ്റു 10 എന്താ പറയുക ചോദിച്ചിട്ടുള്ളത് 3 മില്ലി സെക്കൻഡ് ആണ്. ഇപ്പോൾ മില്ലി എന്നുള്ളത് മാറ്റുമ്പോൾ ഇവിടെ ടൈം തന്നിട്ടുള്ളത് 3 മില്ലി സെക്കൻഡ് ആയതുകൊണ്ട് എന്ത് എഴുതണം? 3 ഇൻറ്റു 10⁻³ സെക്കൻഡ്. ഇതാണ് മറന്നു പോവുക, മറക്കരുത്. 3 ഇൻറ്റു 10⁻³ അത്രയും ഇട്ട് കൊടുത്തിട്ട് കാൽക്കുലേറ്റർ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. പക്ഷെ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണ്? കാൽക്കുലേറ്റർ ഇതൊക്കെ നമ്മൾ 314 എന്നൊക്കെയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് കൊണ്ട് എന്തിലായിരിക്കണം? നമ്മൾ റേഡിയനിലായിരിക്കണം ഇതെല്ലാം ചെയ്യുന്നത്. കാൽക്കുലേറ്റർ ഷുഡ് ബി ഇൻ റേഡിയൻ. ദിസ് ഈസ് വെരി മച്ച് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ അവിടെ കിട്ടും. അപ്പോൾ അതൊന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് വാല്യൂ കിട്ടുക
12.794 ആംബിയർ എന്നാണ്. അപ്പോൾ അത്രയും സിമ്പിളാണ് കാര്യം. ഇതാണ് ഇതിലൊരു മെയിൻ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇതിൽ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും ഇതിൽ ചോദിച്ചിട്ടുണ്ട്. സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഓർത്തെടുക്കാവുന്ന റിലേറ്റ് ചെയ്യാവുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ 377 പകരം പലപ്പോഴും 314 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ സിമ്പിളാണ്. ഫ്രീക്വൻസി എന്ന് പറയുന്നത് 50 ആണ്. ഇനി പിന്നെ ഇതിൽ ചോദിക്കാവുന്ന ഒരു കാര്യം ടൈം പീരീഡ് ആണ്. ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ 1/50 1 ഫ്രീക്വൻസി ആണ്. ഈ കേസിലാണെങ്കിൽ 1/60 ആയിരിക്കും എന്നുള്ള വ്യത്യാസമേ ഉള്ളൂ. ഇനി നമുക്കൊരു വേറെ ക്വസ്റ്റ്യൻ നോക്കാം. ഈ ക്വസ്റ്റ്യനിലെ ചോദ്യം എന്താ നോക്കുക. ഫോർ എ 230 VRMS 50 Hz സൈൻ വേവ് ഫൈൻഡ് ദ ഇൻസ്റ്റന്റേനിയസ് വോൾട്ടേജ് അറ്റ് 1 millisecond ആഫ്റ്റർ പോസിറ്റീവ് മാക്സിമം വാല്യൂ. അപ്പോൾ അതൊന്ന് കുറച്ചൊന്ന് ദീർഘിപ്പിച്ച് അവർ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊരു ട്വിസ്റ്റ് എന്ന് പറയാനൊന്നുമില്ല, എന്നാലും കുറച്ചതായിട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ തന്നിട്ടുള്ളത് RMS ആണ് തന്നിട്ടുള്ളത്. ഇത് വോൾട്ടേജും ആണ് തന്നിട്ടുള്ളത്. എല്ലാം നമുക്ക് കറണ്ട് ആവണമെന്നൊന്നുമില്ല. VRMS ആണ് തന്നിട്ടുള്ളത്. എത്രയാണ്? 230 വോൾട്ട് ആണ് തന്നിട്ടുണ്ട്. ഇപ്പോൾ VRMS 230 ആണ്. നമുക്ക് അതിനുള്ള എക്സ്പ്രഷൻ അറിയാം. RMS ഈക്വൽ ടു എന്താ? VM/maximum/√2 ആണ് അല്ലേ? അപ്പോൾ അത് വെച്ചിട്ട് എനിക്ക് ഇവിടെ VM കാണാമല്ലോ. VM ഈക്വൽ ടു 230 × √2 ചെയ്ത് കഴിഞ്ഞാൽ VM കിട്ടും. സോ VM ഈക്വൽ ടു എനിക്ക് കിട്ടുക എത്ര വരിക? 325.27 വോൾട്ട് എന്ന് കിട്ടും. അപ്പോൾ ആദ്യം തന്നെ ഞാൻ അവിടെ കണ്ടുപിടിച്ച് വെച്ചു. അപ്പോൾ എനിക്കിവിടെ വേണ്ടത് ഇൻസ്റ്റന്റേനിയസ് വോൾട്ടേജ്. ഇൻസ്റ്റന്റേനിയസ് വോൾട്ടേജ് കിട്ടണമെങ്കിൽ എനിക്ക് വോൾട്ടേജിന്റെ എക്സ്പ്രഷൻ എഴുതിയാലാണ് കാര്യം നടക്കുള്ളൂ. ഓക്കെ, പിന്നെ ഇവിടെ തന്നിട്ടുള്ള ഫ്രീക്വൻസി തന്നിട്ടുണ്ട്. എത്രയാണ്? 50 Hz തന്നിട്ടുണ്ട് അല്ലേ? നമുക്ക് ആ ഇൻസ്റ്റന്റേനിയസ് വോൾട്ടേജിന്റെ എക്സ്പ്രഷൻ ആണ് വേണ്ടത്. ഇൻസ്റ്റന്റേനിയസ് വോൾട്ടേജിന്റെ എക്സ്പ്രഷൻ എന്താ? V = VM sin 𝜔t. ഇതിലോട്ടാണ് നമ്മൾ പോകേണ്ടത്. അപ്പോൾ ഈ ഒരു എക്സ്പ്രഷനിൽ VM ഇല്ലായിരുന്നു. അപ്പോൾ VM കണ്ടുപിടിച്ചു. അപ്പോൾ അത് ആദ്യത്തെ കാര്യം അവിടെ കഴിഞ്ഞു. ഇനി അതിൽ ഒമേഗ ഇല്ല. ഒമേഗ കണ്ടുപിടിക്കണം. ഒമേഗ എന്ന് പറയുന്നത് നമുക്കറിയാം 2πf ആണ്. ഇനിയിപ്പോൾ അത് എഴുതിയാലും എഴുതിയില്ലെങ്കിലും ഇത് എത്രയാണെന്ന് നമുക്കറിയാം. 314 ആണ് കാണാൻ്റെ അറിയാം. 50 ആണ് കാരണം. അപ്പോൾ അതുകൊണ്ട് അതും കിട്ടി. ഇത് രണ്ടും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ എക്സ്പ്രഷൻ എഴുതാലോ. ഇനി ഇപ്പം എന്താ വരിക? 325.27 sin 314t. കാൽക്കുലേറ്റർ എന്തിലായിരിക്കണം? നമ്മുടെ റേഡിയനിലായിരിക്കും. ഇനി ക്വസ്റ്റ്യനിലോട്ട് ശ്രദ്ധിക്കുക. ക്വസ്റ്റ്യനിലൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞിട്ടുള്ളത്? 1 millisecond ആഫ്റ്റർ പോസിറ്റീവ് മാക്സിമം വാല്യൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ പോസിറ്റീവ് മാക്സിമം വാല്യൂ ലൊക്കേറ്റ് ചെയ്യണം. ഇതാണ് നമ്മുടെ പോസിറ്റീവ് മാക്സിമം വാല്യൂ വരുന്നത്. അത് കഴിഞ്ഞിട്ട് 1 millisecond ആണ്. ഇവിടെ നിന്നാണ് എന്ത് വരുന്നത്? ഒരു 1 millisecond കാണിച്ചിട്ടുള്ളത്. ഈ ഒരു ഗ്യാപ്പിൽ ഉള്ള എന്താ പറയുക, ഇത് കഴിഞ്ഞിട്ട് 1 millisecond, ഇതിലത്തെ വാല്യൂ ആണ് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ഈ ഒരു വാല്യൂ എന്താണ് എന്നുള്ളതാണ് ചോദ്യം. അപ്പം അതിന് നമുക്ക് ഇവിടെ ഫ്രീക്വൻസി അറിയാം. ഫ്രീക്വൻസി അറിയാമെങ്കിൽ ടൈം പീരീഡ് കാണാമല്ലോ. 1/ഫ്രീക്വൻസി ആണ്, 1/50 ആണ്. അതും ഞാൻ ഓൾറെഡി കാണാൻ പഠിച്ചോളാൻ പറഞ്ഞിട്ടുള്ളതാണ്. 1/50 എന്ന് പറയുന്നത് എന്താണ്? 20 millisecond അല്ലെങ്കിൽ 0.02 സെക്കൻഡ് ആണ്. അപ്പം അതാണ് നമ്മളെ ടോട്ടൽ ടൈം എന്ന് പറയുന്നത്. 0.02 സെക്കൻഡ്സ് ആണ് അല്ലേ? അപ്പോൾ ടോട്ടൽ ടൈം 0.02 സെക്കൻഡ്സ് ആണ്, അല്ലെങ്കിൽ 20 millisecond ആണ് എങ്കിൽ ഈ പീക്ക് ഇതിൻ്റെ പകുതി എത്താനപ്പോൾ എടുക്കുന്നത് ഇപ്പോൾ എന്താ പറയുക 0.01 ആയിരിക്കും അല്ലേ? അപ്പോൾ ഇതിൽ നിന്ന് പീക്കിലോട്ട് എത്താൻ എടുക്കുന്ന അതിൻ്റെയും പകുതിയാണ്. 0.01ൻ്റെ പകുതി എന്ന് പറയുമ്പോൾ എന്ത് വരും? 0.005 വരും. അപ്പോൾ 0.005 ആണ് എന്ത് വരാൻ പോകുന്നത്? നമ്മളുടെ അവിടുത്തെ ആ ഒരു എന്താ പറയുക പീക്കിലോട്ട് എത്താനുള്ള സമയം. പീക്ക് കഴിഞ്ഞിട്ട് 1 millisecond എന്നാണ് പറഞ്ഞത്. പീക്ക് കഴിഞ്ഞിട്ട് 1 millisecond എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 millisecond എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം 1 millisecond ഈസ് ഈക്വൽ ടു എന്താ? 0.001 ആണ്, അതായത് 10⁻³ സെക്കൻഡ്. അപ്പോൾ നമുക്ക് ഇവിടെ മൊത്തം ടൈം അപ്പോൾ എത്ര കിട്ടും? ഇത് 0.5 ആണ്. അത് കഴിഞ്ഞിട്ട് 1 millisecond ആണ്. അപ്പോൾ നമുക്ക് അവിടുത്തെ ടി എന്ന് പറയുന്നത്, ഈ ഒരു പോയിന്റ് എന്ന് പറയുന്നത് ടി എന്ന് പറയുന്നത് 0.005ൽ കൂടെ 0.001 കൂട്ടുന്നതാണ്. അതായത് 0.006ത്തെ സെക്കൻഡിലത്തെ വോൾട്ടേജ് കാണാൻ നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അതൊന്ന് വളഞ്ഞ് ചോദിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇനിയൊന്നും ചെയ്യാനില്ല. ഇതിൽ എന്താ ടൈമിൻ്റെ വാല്യൂ ഇട്ട് കൊടുക്കുക. 325.27 sin 314 ഇൻറ്റു എന്ത് ചെയ്യണം? 0.006 റേഡിയനിൽ ഇട്ടിട്ട് ചെയ്യുക. ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. എന്ത് കിട്ടും? 309.349 വോൾട്ട്. അപ്പോൾ അതും അത്രയും സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ കൂടി വേണമെങ്കിൽ നമുക്ക് നോക്കാം. The instantaneous value of voltage is given by V is equal to തന്നിട്ടുള്ള എന്താ ക്വസ്റ്റ്യനിൽ? V is equal to 141.4 sin 377t തന്നിട്ടുണ്ട്. ഡിറ്റർമിൻ VRMS ഫ്രീക്വൻസി ആൻഡ് ഇൻസ്റ്റന്റേനിയസ് വോൾട്ടേജ് അറ്റ് എ ടൈം ഓഫ് 5 millisecond. ഇത് ഞാൻ ചെയ്യാൻ നിൽക്കുന്നില്ല, കാരണം നമുക്കിവിടെ ഡയറക്റ്റ് എല്ലാ കാര്യങ്ങളും തന്നിട്ടുണ്ട്. ചോദ്യം RMS വാല്യൂക്കാണ്. അപ്പോൾ അതിനാദ്യം
വോൾട്ടേജ് വി എം എഴുതാലോ. വി എം എന്ന് പറയുന്നത് എത്രയാണ്? 141.4 വോൾട്ട് ആണ്. അതിൽ നമുക്ക് VRMS കാണാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. VM/√2 ആണ്. ഫ്രീക്വൻസി കാണാൻ ഒമേഗ അവിടെ തന്നിട്ടുണ്ട്. ഒമേഗ 377 ആണ്. 377 റേഡിയൻ പെർ സെക്കൻഡ് നമ്മൾ നേരത്തെ കണ്ടതാണ്. 377 വന്നു കഴിഞ്ഞാൽ ഫ്രീക്വൻസി എത്ര വരുന്നത്? 60 ഹെർട്സ് ആണ്. അപ്പോൾ അതും ഡയറക്റ്റ് ചെയ്യാം, കണ്ടുപിടിക്കാം. പിന്നെ ഇൻസ്റ്റന്റേനിയസ് വാല്യൂ അറ്റ് ടൈം ടി ആണ്, 5 മില്ലി സെക്കൻഡ് ആണ്. അപ്പോൾ അതിൽ ടിക്ക് പകരം എന്തിട്ട് കൊടുക്കുക? 5 മില്ലി സെക്കൻഡ് കാൽക്കുലേറ്റർ റേഡിയനിൽ ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. പിന്നെ ഇതിൽ ചോദിക്കാവുന്ന അല്ലെങ്കിൽ ട്വിസ്റ്റ് വരാവുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ ചിലപ്പോൾ ഈ ഒരു രീതിക്കൊക്കെ വരാം. ഈ രീതിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ക്വസ്റ്റ്യൻ ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവുക ഒരു പറയുന്നത് മാത്രം വോൾട്ട് മീറ്റർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. വോൾട്ട് മീറ്റർ അല്ലെങ്കിൽ എന്താ പറയുക, അമ്മീറ്റർ. വോൾട്ട് മീറ്റർ അല്ലെങ്കിൽ അമ്മീറ്റർ റീഡ്സ് എന്ന് പറയാം, അല്ലെങ്കിൽ ഷോസ് എ റീഡിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട്, ഷോസ് എ റീഡിംഗ്. അപ്പോൾ ഈ വോൾട്ട് മീറ്റർ അല്ലെങ്കിൽ അമ്മീറ്ററിൻ്റെ ഒക്കെ റീഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു കാര്യം മനസ്സിലാക്കുക, അതെപ്പോഴും എന്തായിരിക്കും? RMS ആയിരിക്കും എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഒരു വോൾട്ടേജ് നമുക്ക് വോൾട്ട് മീറ്റർ റീഡ് ചെയ്യുന്നത് തന്നിട്ടുണ്ടെങ്കിൽ അത് VRMS ആണ് അല്ലെങ്കിൽ IRMS ആണ് എന്നുള്ള ഒരു ഐഡിയ ഉണ്ടെങ്കിൽ ബാക്കി പിന്നെ ചെയ്യാനൊന്നുമില്ല. ചിലപ്പോൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ടാവുക അറ്റ് എ ഫ്രീക്വൻസി ഓഫ് 50 ഹെർട്സ് എന്ന് പറഞ്ഞിട്ടുണ്ടാവും. ഫൈൻഡ് ആൻ എക്സ്പ്രഷൻ ഫോർ, ഇപ്പോൾ 10 വോൾട്ടാണ് തന്നു വിചാരിച്ചു. 10 വോൾട്ടാണ് മീറ്റർ റീഡ് ചെയ്തത്, 50 ഹെർട്സിൻ്റെ വേവ് ഫോം ആണെന്ന് പറഞ്ഞു. നമ്മളോട് എക്സ്പ്രഷൻ ഫോർ ഇൻസ്റ്റന്റേനിയസ് വാല്യൂ ഓഫ് വോൾട്ടേജ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ അതിന് തന്നെ എഴുതുക, നമ്മൾ എക്സ്പ്രഷൻ ഫോർ ഇൻസ്റ്റന്റേനിയസ് വാല്യൂ ഓഫ് വോൾട്ടേജ് ഇസ് ഗിവൺ ബൈ V = എന്താ? VM sin 𝜔t. അപ്പോൾ നമുക്ക് ഒമേഗയാണ് വേണ്ടത്. ഒമേഗ ഡയറക്റ്റ് അറിയാം, 50 ആയതുകൊണ്ട് 314 റേഡിയൻ പെർ സെക്കൻഡ് ആണ്. ഇക്വേഷൻ എഴുതാം 2πf എന്നിട്ട് കാണാം. പിന്നെ തന്നിട്ടുള്ളത് 10 വോൾട്ട് ആണ്. അത് എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. VRMS ആണ് 10 വോൾട്ട് എന്ന് പറഞ്ഞ് തന്നിട്ടുള്ളത്. ഇത് = നമുക്കറിയാം എന്താ? VM/√2 ആണ്. അപ്പോൾ VM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് കാണണം? 10 × √2 ദാറ്റ് ഈസ് 14.14 ആണ് നമ്മളുടെ VM. അപ്പോൾ അത് ഇവിടെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ 10 sin 314t. ഇത്രയേ ഉള്ളൂ കാര്യം. ഇതൊക്കെയാണ് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ചോദ്യങ്ങൾ. അപ്പോൾ ഇതൊരു ബുദ്ധിമുട്ടുമില്ല ഇതിലത്തെ പ്രോബ്ലംസ് ചെയ്യാന്ന് പറയുന്നത്. ഓക്കെ.